ഇളനീർ പായസം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു സ്പെഷ്യൽ പായസമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പായസത്തിന്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും മാജിക് റെസിപ്പിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. നമ്മളൊരു ഇന്ത്യൻ ആയത് ഒരുപാട് ആത്മാഭിമാനത്തോടു കൂടി ഈ സമയത്ത് എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ദിനാശംസകൾ അറിയിക്കുന്നു. അപ്പോ നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ. ഞാൻ ഓരോ കമന്റ്സ് വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. തിരിച്ചും ആ സപ്പോർട്ട് നിങ്ങൾക്കും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാജിക് റെസിപ്പീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അതെന്റെ കടമയും കർത്തവ്യവും ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ പറയുന്ന നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും കമന്റിലൂടെയുള്ള ഒരു സംസാരം, ഒരു ഇന്ററാക്ഷൻ ഒരുപാട് സന്തോഷം തന്നെയാട്ടോ. അത് വാക്കുകൾ കൊണ്ട് എങ്ങനെയാ പറഞ്ഞിപ്പിക്കുകയെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ കൂടിയും പറയുകയാണ്. ഈ ഒരു മീഡിയ കൂടിയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്. സന്തോഷം, സന്തോഷം നിറഞ്ഞ സ്നേഹം എല്ലാവരോടും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇളനീർ പായസം വളരെ രുചികരമാണ്. പക്ഷെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഇളനീർ പായസം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ടെൻഡർ കോക്കനട്ട് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ 2 ടെൻഡർ കോക്കനട്ട് നമ്മുടെ പായസത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പീസ് ഒക്കെ കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ തന്നെയാണ് അവിടത്തെയും അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളത്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഇന്നത്തെ ഓടുകൂടി തന്നെ നമ്മുടെ പായസത്തിന്റെ ഒരു സീരീസ് അവസാനിക്കുകയാണ്. 3 തരം പായസം ഞാനിപ്പോ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ കറികളൊക്കെ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടെൻഡർ കോക്കനട്ട് പായസം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടെൻഡർ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ, നമ്മൾ ഈ കരിക്ക് പാകത്തിൽ കുറച്ചുകൂടെ മൂത്തത്, ശരിക്കും ഇങ്ങനെ പാട പോലെയുള്ള കരിക്കല്ല നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. കഴിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോക്കനട്ടിന്റെ ടെൻഡർ പീസാണ്, ആ ഫ്ലഷാണ് നമ്മൾ എടുക്കുന്നത്. 2 കോക്കനട്ട് ടെൻഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം, ഇത് ചെറിയ 2 പീസില്ലേ, ഇത് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കണം. ഇത് 2 നമുക്ക് ചെറിയ പീസാക്കി എടുക്കാൻ വേണം. അപ്പം ഞാൻ ചെന്തങ്ങിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു നിറവ്യത്യാസം കണ്ടോ, ചെന്തങ്ങ ആയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല തെങ്ങിൻ്റെ 18-ാം പട്ട എന്നൊക്കെ പറയുന്ന തെങ്ങിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല വൈറ്റ് ഫ്ലഷ് ആയിരിക്കും അതിന് കിട്ടുക. ഇത് ചെന്തങ്ങിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ഇതിനൊരു ചെറിയ റോസ് കളർ ഉണ്ടാകാറുണ്ട് മിക്കവാറും. പിന്നെ ചിലർ ഉണ്ടാക്കുമ്പോൾ വൈറ്റിഷ് തന്നെ കളറിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ടെൻഡർ കോക്കനട്ട് പായസം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നതിൽ ഒരു ചെറിയ റോസ് കളർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഏതായാലും ഇത് പകുതി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. ബാക്കിയുള്ളത് ഞാനൊന്ന് മിക്സ് ചെയ്ത് നല്ല ജ്യൂസ് പോലെയാക്കി കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ പാത്രം വെച്ചിട്ട് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 പാൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പശുവിൻ പാലും എടുക്കുന്നുണ്ട്, പിന്നെ തേങ്ങാപ്പാലും എടുക്കുന്നുണ്ട്. 1-ാം പാലാണ് തേങ്ങാപ്പാലിന് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പശുവിൻ പാൽ 2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ പശുവിൻ പാലിൻ്റെ അളവിലാണ് കേട്ടോ. പാല് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അടുപ്പ് കത്തിക്കാം. പാല് നന്നായി ചൂടായി വരട്ടെ. നമ്മുടെ പാല് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചൂടായി വന്ന ശേഷം നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു തേങ്ങയുടെ ടെൻഡർ എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ നല്ല പേസ്റ്റ് പോലെ, ഇത് മിക്സ് ചെയ്ത് ചേർക്കാം. മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പം നമ്മുടെ പാല് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നൊരു പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടെ ക്യൂബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഇട്ട് കൊടുക്കണം. ഇത് ചെറുതായി ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതും ചേർത്ത് കൊടുക്കാം. എപ്പോഴും 2 എണ്ണം വീതം എടുക്കണം കേട്ടോ. കാരണം ഒരെണ്ണം നമുക്കിതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനും, ഒരെണ്ണം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാനും. അപ്പോൾ 2 തേങ്ങ എടുക്കുക, അതായത് കരിക്ക് എടുക്കുക. അത്യാവശ്യം നല്ല ഫ്ലഷുള്ള കരിക്ക് തന്നെ എടുക്കണേ. ഇളനീര് നമ്മൾ കുടിക്കാൻ പാകത്തിനുള്ള ഇളനീര് കിട്ടുമല്ലോ, അതെടുക്കരുത്. കാരണം അതിൽ ഫ്ലഷ് ഉണ്ടാവില്ല ഒട്ടും. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. നമ്മൾ ഈ ടെൻഡർ കോക്കനട്ട് ഇട്ട് കൊടുത്ത ശേഷം അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. കയ്യിലെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ കുറച്ചൊന്ന് താഴെ പോയി കിടന്നിട്ട്, പാലിൻ്റെ താഴെ വീണ് കിടന്നിട്ട് നമുക്ക് അതൊന്ന്
തീ കൂടി വരികയാണെങ്കിൽ പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിങ്ങനെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ നേരെ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാല് നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട്. ആ തിളയിൽ തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വിളയിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ നല്ല പോലെ വിളയിച്ചെടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പായസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കടലപ്പരിപ്പൊക്കെ കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടി. പക്ഷേ നമുക്ക് ഈ ഒരു കോക്കനട്ട് ടെൻഡർ അങ്ങനെ വേവിക്കാൻ പറ്റില്ല. ഇത് പാലിൽ കിടന്ന് തന്നെ വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ച് ഇത് പാല് കുറുക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടെൻഡർ കോക്കനട്ട് വെന്ത് വരികയും വേണം. അപ്പോൾ കുറച്ചധികം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് പായസം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ല പോലെ തിളച്ച് പറ്റി കേട്ടോ. എന്തോരം പാലുണ്ടായിരുന്നതാ, തിളച്ച് വളരെ കുറഞ്ഞ അളവിലായി. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ടെൻഡർ കോക്കനട്ട് വെന്തോന്നൊന്ന് നോക്കണമല്ലോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു കടിക്കാൻ പാകത്തിന് കിട്ടാൻ വേണം, എന്നാൽ അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുകയും വേണം. അതാണ് നമുക്കിത് വെന്ത എന്നുള്ളതിൻ്റെ അളവ്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതുപോലെ ഒന്ന് വിളയിച്ച ശേഷം ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണേ, കാരണം കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. സ്റ്റൗ ആണെങ്കിൽ ഞാനിവിടെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഒരു ഹോട്ട് പോയിന്റിലാണ് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാമിൻ്റെ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് അളവ്. ഇനി മധുരം നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കട്ടെ. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കുറച്ചുകൂടെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ചേരുമ്പോൾ തന്നെ ഒന്ന് കൊഴുപ്പ് വന്നു. നേരത്തെ അവസ്ഥയിൽ നിന്ന് തന്നെ ഒന്ന് കൊഴുപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ പായസത്തിന്. പിന്നെ കൂടാതെ പഞ്ചസാര ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് കൊഴുപ്പിനും മധുരത്തിനും വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. മധുരത്തിൻ്റെ അളവ് എങ്ങനെയാണ്, കൂടിയോ കുറഞ്ഞോ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അധികം മധുരം പഞ്ചസാര പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിലും മധുരം കുറച്ചിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോക്കനട്ടൊക്കെ അതേ വലിയൊരു പീസ് എനിക്ക് കിട്ടി. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമുക്കിത് കടിക്കാൻ കിട്ടുകയും ചെയ്യും, പച്ച ടേസ്റ്റ് ഉണ്ടാവുകയില്ല. കണ്ടോ? അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ട സമയമായി. പതുക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് തിള വന്നു. 2-3 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് അധികമായിട്ട് കട്ടിയാവില്ല കേട്ടോ. നമ്മുടെ പരിപ്പ് പായസമൊക്കെ കട്ടിയായി കിട്ടുന്ന പോലെ അത്രയും തിക്നെസ്സിൽ വരില്ല. കുറച്ച് ഇങ്ങനെ ഒരു ലൂസായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും, പക്ഷെ ഒരുപാട് തിക്കായിട്ട് വരില്ല. നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയ ഒരു സംഭവമാണ്. വളരെ റീഫ്രഷിങ് പായസം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മളിത് കുടിച്ചു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു സ്വാദ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ പരിപ്പ് പായസം, കടലപ്പരിപ്പ് പായസം, അടപ്രഥമൻ, ഒരുപാട് തരം പായസങ്ങളുണ്ട്. മത്തങ്ങ വെച്ചിട്ട് പായസം ഉണ്ടാക്കാറുണ്ട്, ചൊരക്ക, പൈനാപ്പിൾ, ഒരുപാട് ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ടെൻഡർ വെച്ചിട്ടുള്ള ഒരു പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പായസം. ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പായസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ആ ഒരു പായസം. ആഹാ, നമ്മുടെ ഇളനീർ പായസം
എനിക്ക് കൊതിയായിട്ട് വയ്യാട്ടോ. നിങ്ങളോട് സംസാരിച്ച ശേഷം ഞാൻ കുടിക്കാം. എന്താ സ്മെല്ലെന്ന് അറിയോ? ആ ടെൻഡർ കോക്കനട്ടിന്റെയും മിൽക്ക് മെയ്ഡിന്റെയും പാലിന്റെയും ഭയങ്കര ഒരു സ്മെല്ല്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര കൊതി ഫീൽ ചെയ്യും. അപ്പൊ ഏതായാലും ഇന്നത്തെ ടെൻഡർ കോക്കനട്ട് പായസം, അതായത് ഇളനീർ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നെ ഫോളോ ചെയ്യണം. തീർച്ചയായിട്ടും തിരിച്ചും നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളെയും ഞാൻ ഫോളോ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു.